ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എല്ലാ ക്വാർട്ടറിലും നെറ്റ് ലോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആയിട്ട് മാറുന്നത്? മിക്കപ്പോഴും ഇതൊരു മാജിക് ഒന്നല്ല, അതിന് പകരം കമ്പനിയുടെ ഫണ്ടമെന്റൽസ് പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് മാറാൻ വേണ്ടി തുടങ്ങുന്നതാണ്. ലൈക്ക് ഇപ്പൊ മാർജിൻ ഇംപ്രൂവ് ആവുന്നത്, ഇൻഡസ്ട്രിയുടെ പോസിറ്റീവ് സപ്പോർട്ട്, അതായത് ഡെറ്റ് ഇൻട്രസ്റ്റ് ബർഡൻ ഒക്കെ കുറയുന്നൊക്കെയാണ്. അപ്പം ഈ ഒരു ഫിനോമിനാണ് നമ്മൾ ഏർണിംഗ്സ് ടേൺ അറൌണ്ട് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ് ഇതാണ്: ടേൺ അറൌണ്ട് ഇവിടെ മീനിങ് ഫുൾ ആകണമെങ്കിൽ പ്രോഫിറ്റ് മെയിൻ ബിസിനസ്സിൽ നിന്ന് ഇവിടെ വരണം, അല്ലാതെ അതൊരു വൺ ടൈം ഗെയിൻ ആവരുത് ഇവിടെ. അപ്പൊ ഇന്ന് നമ്മൾ ഏർണിംഗ്സ് ടേൺ അറൌണ്ട് കാണിക്കുന്ന 3 സ്റ്റോക്സ് ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിന്റെ ഒപ്പം നമുക്ക് അവരുടെ ടെക്നിക്കൽ ചാർട്ടും കൂടി നമ്മൾ ഇന്ന് നോക്കുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് നോക്കാം ഈ ഒരു ടേൺ അറൌണ്ട് സസ്റ്റൈനബിൾ ആണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വൺ ഓഫ് ആണോ എന്നുള്ള കാര്യം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് വരുന്ന ബ്ലാക്ക് ബക്ക് ലിമിറ്റഡ് ആണ്. അപ്പൊ കഴിഞ്ഞ കുറെ ക്വാർട്ടേഴ്സിലായിട്ട് കമ്പനി ലോസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓപ്പറേറ്റിംഗ് മാർജിൻ നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ബോട്ടം ലൈൻ പ്രഷറിലായിരുന്നു. അപ്പൊ മാർച്ച് 2025 ക്വാർട്ടറിൽ കമ്പനി 281 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ ഫാക്ടർ മാർജിൻ ഇംപ്രൂവ്മെന്റ് ആയിരുന്നു. അതേസമയത്ത് വൺ ടൈം ടാക്സ് റീഫണ്ടും ഒരു മീനിങ് കോൺട്രിബ്യൂഷൻ ആയിരുന്നു. അപ്പൊ ടാക്സ് റീഫണ്ട് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നെറ്റ് പ്രോഫിറ്റ് 36 കോടിയായിരുന്നു. ഇനിയിപ്പം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2025 മാർച്ചിന് ശേഷം Q1 FY26 അതിൽ Q2 FY26ലും കമ്പനി ഒരു ഓപ്പറേറ്റിംഗ് മാർജിൻ നിലനിർത്തിയിട്ടുണ്ട്. അതിൽ തുടർച്ചയായിട്ട് 3 ക്വാർട്ടറിലും നെറ്റ് പ്രോഫിറ്റ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം കമ്പനി എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പൊ ബ്ലാക്ക് ബക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ട്രക്കിംഗ് പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ ഇവര് അസറ്റ് ലൈറ്റ് മോഡലാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് കമ്പനി ഇവിടെ സ്വന്തമായിട്ട് ട്രക്സ് ഓൺ ചെയ്യുന്നില്ല, പക്ഷേ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ട്രക്ക് ഓണേഴ്സിനെയും ബിസിനസിനെയും ഇവരിവിടെ കണക്ട് ചെയ്യും. ഇപ്പം ഒരു കമ്പനിക്ക് എന്താണ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ ബ്ലാക്ക് ബക്ക് ആപ്പിൽ അവർ പെട്ടെന്ന് തന്നെ ഒരു ട്രക്ക് അവർ കണ്ടുപിടിക്കും. അതിൽ തന്നെ ട്രക്ക് ഓണേഴ്സിന് ഇവിടെ തുടർച്ചയായിട്ട് ലോഡ് കിട്ടുകയും ചെയ്യും. സോ അവരുടെ വെയിറ്റിംഗ് പീരീഡ് ഇവിടെ കുറയുകയാണ്. അതിൽ ഡ്രൈവർമാരുടെ ഏർണിംഗ്സ് ഇവിടെ കൂടും. അപ്പൊ ഇവിടെ കമ്പനിയുടെ മെയിൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോളിംഗ് അതുപോലെ വെഹിക്കിൾ ട്രാക്കിംഗ് ആണ്. അതേസമയത്ത് ഗ്രോത്തിനായിട്ട് കമ്പനി അവരുടെ സൂപ്പർ ലോഡ്സ് സ്കെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ വെഹിക്കിൾ ഫൈനാൻസ് സെഗ്മെന്റും. കമ്പനിയുടെ വരുമാനം ഇവിടെ വരുന്നത് കമ്മീഷൻ ഇൻകം, സബ്സ്ക്രിപ്ഷൻ ഫീസ്, അതുപോലെ ട്രക്ക് ഓപ്പറേറ്റേഴ്സിന്റെ അടുത്ത് നിന്നുള്ള സർവീസ് ഫീന്റെ ഫോമിലാണ്. ഇനി നമുക്ക് നോക്കാം ലോങ് ടേമിൽ എത്രത്തോളമാണ് ഈ ടേൺ അറൌണ്ട് നിലനിർത്താൻ വേണ്ടി കഴിയുമെന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് ഫൈനാൻഷ്യൽസ് നോക്കാം. ഇപ്പൊ Q2 FY26 കമ്പനിയുടെ സെയിൽസ് ഇയർ ഓവർ ഇയർ 52% വളർന്ന് 151 കോടിയായി. ഇപ്പൊ മെയിൻ ബിസിനസ് ടോളിംഗ്, ടെലിമാറ്റിക്സ്, അതുപോലെ പേയ്മെന്റ്സ് എന്നുള്ള സ്ട്രോങ് ഗ്രോത്ത് എന്നാണ്. അപ്പൊ ഇതിനൊപ്പം ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പോസിറ്റീവ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും. റവന്യൂ ഗ്രോത്തിന്റെ ഒപ്പം ഓപ്പറേറ്റിംഗ് ലിവറേജും ക്ലിയർലി വിസിബിൾ ആണ്. അപ്പൊ ഇവിടെ എക്സ്പെൻസ് 37% മാത്രമേ കൂടിയിട്ടുള്ളൂ. അപ്പൊ ഇത് ഡയറക്ട്ലി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇവിടെ 15 കോടിയിൽ നിന്ന് 36.5 കോടിയായിട്ട് കൂടി. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 15% 24%. നെറ്റ് പ്രോഫിറ്റ് 29 കോടിയിൽ നിന്നു. അപ്പൊ കഴിഞ്ഞ വർഷം ഈ ഒരു സെയിം ക്വാർട്ടറിൽ ലോസ് ആയിരുന്നു. ഇനി നമ്മൾ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ 5.5 ട്രില്യൺ GDP ടാർഗറ്റിന്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ലോജിസ്റ്റിക് സെക്ടർ എഫിഷ്യന്റും ഓർഗനൈസ്ഡ് ആയിട്ട് നിലനിർത്തുന്നത് വളരെ അത്യാവശ്യമാണ്. 170 മുതൽ 175 ബില്യൺ ഡോളർ ട്രക്ക് ഇൻഡസ്ട്രി ആനുവലി 8 മുതൽ 9% വളരുന്നുണ്ട്. പക്ഷെ ഇവിടെ ചെറിയ ഓപ്പറേറ്റേഴ്സ് അധികം ആയതുകൊണ്ട് തന്നെ ട്രക്ക് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പൊ എഫിഷ്യൻസി കുറവാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റിലാണ് ബ്ലാക്ക് ബക്ക് പോലത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഇമ്പോർട്ടന്റ് ആവുന്നത്. കാരണം ടെക്നോളജി വഴി ഫ്രാഗ്മെന്റേഷൻ കുറയ്ക്കാം. അപ്പൊ മാനേജ്മെന്റ് പറഞ്ഞ് ഇൻഡസ്ട്രിയുടെ എക്സ്റ്റേണൽ പോസിറ്റീവ് ഫാക്ടേഴ്സിന്റെ ഒപ്പം കമ്പനി വളരുന്നുണ്ടെന്നാണ്. ഇവരുടെ മെയിൻ ബിസിനസ് ഇയർ ഓവർ ഇയർ 37% വളർന്നു. അതിൽ അടുത്ത 6 മാസത്തിനുള്ളിൽ സൂപ്പർ ലോഡ്സ് 4 ഹബിൽ നിന്ന് 14 മുതൽ 15 ഹബ്ബായിട്ട് കൂട്ടാൻ വേണ്ടി ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ലോങ് ടേം ഗ്രോത്ത് വിസിബിലിറ്റി നൽകും. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കാം. ഇപ്പൊ 2025 ഫൈനാൻഷ്യല് റിസർവ്സ് 311 കോടിയിൽ നിന്ന് 1220 കോടിയായിട്ട് കൂടി. അപ്പൊ ഇത്രയും അധികം കൂടിയത് IPOക്ക് ശേഷമുള്ള സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്നാണ്. അപ്പൊ ഇത് ഹാഫ് ഇയർ ഇനി ഫൈനാൻഷ്യൽ 2026 നിലനിന്നു. ഹാഫ് ഇയർ എങ്കിൽ ഫൈനാൻഷ്യൽ 2026 ക്യാഷ് ഇക്വലൻസ് ടോട്ടൽ അസറ്റ്സിന്റെ 47% കാരണം IPO പ്രൊസീഡ്സ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പൊ ഇത് കാരണം ബാലൻസ് ഷീറ്റ് സ്ട്രോങ് ആണ്. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ശ്രദ്ധിക്കണം, ഗ്രോത്തും റിട്ടേൺസിനായിട്ട് ഇത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. ഇനി നമുക്ക് കമ്പനിയുടെ ക്യാഷ് ഫ്ലോ നോക്കാം. ഇപ്പൊ 2024 ഫൈനാൻഷ്യൽ 2025 ഫൈനാൻഷ്യലിൽ നഷ്ടം കാരണം കമ്പനിയുടെ CFO ടു നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നെഗറ്റീവ് ആയിരുന്നു. എന്നാൽ ഇപ്പം കമ്പനി നെറ്റ് പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഹാഫ് ഇയർ ഇനി ഫൈനാൻഷ്യൽ 2024 CFO ടു നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഏകദേശം 206%. അപ്പൊ ഇത് ബെറ്റർ ക്യാഷ് റിയലൈസേഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ റിസ്കും ചലഞ്ചസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുവാണെങ്കിൽ, റെഗുലേറ്ററി ചേഞ്ചസ് പേയ്മെന്റ്സ് അതിൽ ഫാസ്ടാഗ് ബിസിനസിനെ ബാധിക്കാം. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുമ്പ് NHAI ഫാസ്ടാഗ് ഫീസ് 1.5% നിന്ന് 1% കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഏർണിംഗ്സിനെ അവിടെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ടെക്നിക്കൽ ചാർട്ട് നോക്കുവാണെങ്കിൽ ലിസ്റ്റിംഗിന് ശേഷം സ്റ്റോക്ക് ഇനീഷ്യലി സ്ട്രോങ് റാലി കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഏകദേശം 8 മാസത്തോളം കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. അതിനുശേഷം വോളിയത്തോടെ ഒരു ഡിസിസീവ് ബ്രേക്ക് ഔട്ട് വന്നു. അപ്പൊ ഇത് ട്രെൻഡിന് ഒരു പോസിറ്റീവ് സിഗ്നൽ ആയിരുന്നു.
നിലവിൽ ഇപ്പോൾ സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് ലെവലിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതിൽ 748 രൂപയിൽ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ പ്രൈസിൽ ചെറിയ കറക്ഷൻ കണ്ടിട്ടുണ്ട്. 534 മുതൽ 551 സോണ് മുന്നൂറ് റെസിസ്റ്റൻസ് ആയിരുന്നു. അതിപ്പോ സ്ട്രോങ് സപ്പോർട്ട് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ലെവൽ ക്ലോസ് ആയിട്ട് ഇവിടെ മോണിറ്റർ ചെയ്യണം. ഇനി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് സ്റ്റോക്ക് വന്ന് GMR Airports Limited ആണ്. അപ്പൊ ആദ്യം മാനേജ്മെന്റ് വ്യൂ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. We ourselves were facing that capacity constraint. Despite that, we grew. Now that we have the capacity in place, I think the only thing that we really need to overcome, and I hope actually the airlines overcome, is the delivery of aircrafts. Right. So the latent demand is there. If the aircrafts get delivered, it will have some positive impact on pricing of tickets, and obviously that will have an impact on more growth. So we expect 8% to be a little bit more conservative. I think a double-digit growth is given. കഴിഞ്ഞ കുറെ ക്വാർട്ടേഴ്സ് ആയിട്ട് കമ്പനി ലോസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. കാരണം ഡിപ്രീസിയേഷൻ അതുപോലെ ഇൻട്രസ്റ്റ് കൂടുതലായതുകൊണ്ട് ബോട്ടം ലൈൻ പ്രഷറിലായിരുന്നു. എന്നാൽ സെപ്റ്റംബർ 2025 ക്വാർട്ടറിൽ കമ്പനി 35 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ റിപ്പോർട്ട് ചെയ്തു. ഇവിടെ സെയിൽസ് ഗ്രോത്ത് കാരണം മാർജിൻ എക്സ്പാൻഡ് ആയതാണ് മെയിൻ കാരണം. GMR Airports ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് എയർപോർട്ട് ഓപ്പറേറ്റർ ആണ്. ഗ്ലോബൽ ലെവലിൽ സെക്കൻഡ് ലാർജസ്റ്റ് ഓപ്പറേറ്റേഴ്സിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ത്യയുടെ പാസഞ്ചർ ട്രാഫിക്കിലേക്ക് 27% ഷെയർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കമ്പനി ഡൽഹി, ഹൈദരാബാദ് പോലെ ഹൈ ട്രാഫിക് ഹബ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നോർത്ത് ഗോവ, നാഗ്പൂർ പോലുള്ള ഗ്രോയിങ് എയർപോർട്ട്സും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിനുകൂടെ ഇന്തോനേഷ്യ, ഫിലിപ്പീൻസിലും പ്രസൻസ് ഉള്ളതുകൊണ്ട് സ്ട്രോങ് ഇന്റർനാഷണൽ ഫുട് പ്രിന്റും ഉണ്ട്. ഇപ്പം 2 എയർപോർട്ട്സ് കൺസ്ട്രക്ഷൻ ആണുള്ളത്, ഒന്ന് ഇന്ത്യയിലും മറ്റത് ഗ്രീസിലും. ഇവിടെ GMR Airportsന്റെ റവന്യൂ ഏവിയേഷൻ ചാർജിൽ നിന്നാണ് വരുന്നത്. പാസഞ്ചർ ഫീസ്, ലാൻഡിംഗ് ചാർജസ്, പാർക്കിംഗ് ഫീസ് എന്നൊക്കെ. അതിനോട് നോൺ ഏവിയേഷൻ ഇൻകം, ഡ്യൂട്ടി ഫ്രീ, റീറ്റെയിൽ, ഫുഡ് ആൻഡ് ബിവറേജസും ഉണ്ട്. കൂടാതെ കാർഗോ, റിയൽ എസ്റ്റേറ്റ്, ഇന്റർനാഷണൽ സർവീസിനും കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. Q2 FY26 കമ്പനിയുടെ സെയിൽസ് ഇയർ ഓവർ ഇയർ 47% വളർന്ന് 3670 കോടിയായി. അപ്പൊ ഇതിന് മെയിൻ കാരണം ഡൽഹിയിലെ റിവൈസ് ട്രാഫിക്, ഡൽഹി ഡ്യൂട്ടി ഫ്രീ അതുപോലെ കാർഗോ ബിസിനസിന് ടേക്ക് ഓവർ, അതിൽ ഹൈദരാബാദിൽ സ്റ്റഡി ഗ്രോത്തും ആണ്. അപ്പൊ ഇതിന്റെ ഒപ്പം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 69% കൂടി 1447 കോടിയായി. അതിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 34% 39% ഇംപ്രൂവ് ആയി. ഇവിടെ മെയിൻ ഏർണിംഗ് മൊമെന്റം ക്ലിയർലി വിസിബിൾ ആണ്. അപ്പോൾ ബോട്ടം ലൈനിലും ടേൺ അറൗണ്ട് കണ്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം 429 കോടിയായിരുന്നു നഷ്ടം. അത് ഈ വർഷം 35 കോടി നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് മാറി. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നാലും മാനേജ്മെന്റ് പറഞ്ഞ പോലെ ഈ ഒരു ക്വാർട്ടറിൽ 60 കോടി നോൺ ക്യാഷ് ഫോറക്സ് MTM ലോസ് റെക്കോർഡ് ചെയ്തു. അതില്ലായിരുന്നെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഇനി ഇവിടെ ബെറ്റർ ആകുമായിരുന്നു. അപ്പോൾ കമ്പനിയുടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് പോളിസി ചേഞ്ച് ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് പെർമനന്റ് ആയിട്ട് ഇവിടെ കുറയും. അപ്പൊ ഇത് കാരണം എല്ലാ വർഷവും ഏകദേശം ഒരു 150 കോടിയുടെ ബെനിഫിറ്റ് കമ്പനിക്ക് കിട്ടും. കാരണം എക്സ്പെൻസ് കുറയുമ്പോൾ പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇംപ്രൂവ് ആവും. അപ്പൊ അതിലൂടെ പഴയ ഹൈ ഇൻട്രസ്റ്റ് ലോൺസും റീഫൈനാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫുൾ ഇമ്പാക്ട് അടുത്ത് വരുന്ന ക്വാർട്ടറിലേക്ക് ഇൻട്രസ്റ്റും കൂടി കുറയും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഇനി ഇവിടെ ബെറ്റർ ആവും. ഇനി ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഇന്ത്യ ഇന്നിപ്പോൾ ലോകത്തെ 5ാമത്തെ ഏറ്റവും വലിയ ഏവിയേഷൻ മാർക്കറ്റ് ആണ്. അതിലൂടെ ഔട്ട്ബൗണ്ട് ടൂറിസം 12.3% CAGR വളരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇത് കമ്പനിയുടെ ലോങ് ടേം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഡിമാൻഡ് ക്യാപ്ചർ ചെയ്യാനായിട്ട് GMR എയർപോർട്ടിന്റെ ഭോഗാപുരം എയർപോർട്ട് ഇപ്പോൾ 87.5% കംപ്ലീറ്റ് ആണ്. അപ്പൊ ഇത് അടുത്ത 9 മുതൽ 12 മാസത്തിൽ പ്രവർത്തനത്തിലാകുമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഗ്രീസിലെ ക്രീറ്റ് എയർപോർട്ട് പ്രോജക്ട് 60% കംപ്ലീഷനോടെ മുന്നോട്ടേക്ക് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവരുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ബോറോയിങ്സ് കൂടുതലാണ്. അതിൽ ടോട്ടൽ ലയബിലിറ്റീസിന്റെ 80% ഇത് അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്പനി അവരുടെ പഴയ ഡെറ്റ് അടയ്ക്കാനായിട്ട് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് വെച്ച് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പൊ ഇത് കുറച്ച് കൺസേണിംഗ് ആണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ബോറോയിങ് ട്രെൻഡ് ശ്രദ്ധയോടെ ഇവിടെ നോക്കണം. ഇനി നമുക്ക് ഇവരുടെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ഇപ്പൊ ജിയോ പൊളിറ്റിക്കൽ അതിൽ ഓപ്പറേഷണൽ ഇഷ്യൂസ് കാരണം Q2 FY26 ട്രാഫിക്കിൽ ഇയർ ഓവർ ഇയർ 3.5% ഡിപ്പ് കണ്ടു. അപ്പൊ ഇത് കാണിക്കുന്ന പുറത്തുനിന്നുള്ള ഇഷ്യൂസ് കാരണം ഏവിയേഷൻ ഇൻഡസ്ട്രി ഷോർട്ട് ടേമിൽ ടെമ്പററി ആയിട്ട് ബാധിക്കുമെന്നാണ്. ഇനി നമ്മൾ ടെക്നിക്കൽ ചാർട്ട് നോക്കുകയാണെങ്കിൽ ജൂലൈ 2024 103 എന്ന ലെവൽ എത്തിയതിനു ശേഷം സ്റ്റോക്ക് ഒരു ഹെൽത്തി കറക്ഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ 70 അടുത്ത് സ്ട്രോങ് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനുശേഷം സ്റ്റോക്ക് ഹയർ ഹൈ അതുപോലെ ഹയർ ലോ പാറ്റേണോടെ റാലി നടത്തി. എന്നിട്ട് മുന്നത്തെ റെസിസ്റ്റൻസ് ലെവലായ 103 അടുത്ത് ക്ലീൻ ബ്രേക്ക്ഔട്ട് നൽകി. നിലവിൽ സ്റ്റോക്ക് ഇപ്പൊ ഏകദേശം സെയിം ബ്രേക്ക്ഔട്ട് സോണിന്റെ അടുത്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ വോളിയം കൂടുതലാണ്. അപ്പൊ ഇത് ട്രെൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്റ്റോക്ക് 97 രൂപയുടെ താഴെയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ഇവിടെ ഇൻവാലിഡ് ആവും. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് സ്റ്റോക്ക് വരുന്ന വോക്കാർട്ട് ലിമിറ്റഡ് ആണ്. അപ്പൊ കഴിഞ്ഞ കുറെ ക്വാർട്ടർ ആയിട്ട് ഈ ഒരു കമ്പനി ലോസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഓപ്പറേറ്റിംഗ് മാർജിൻ കുറവാണ്, ഇൻട്രസ്റ്റ് കോസ്റ്റ് കൂടുതലാണ്, അതിൽ ടാക്സ് ലയബിലിറ്റി കൂടുതലായതുകൊണ്ട് ബോട്ടം ലൈൻ പ്രഷറിലായിരുന്നു. എന്നാൽ സെപ്റ്റംബർ 2025 ക്വാർട്ടറിൽ കമ്പനി 82 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇവിടുത്തെ മെയിൻ ഫാക്ടർ മാർജിൻ എക്സ്പാൻഷൻ അതുപോലെ ഇൻട്രസ്റ്റ് കോസ്റ്റ് കുറഞ്ഞതാണ്. ഇനി നമുക്കിപ്പോൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ്, ഇത് എത്രത്തോളം നിലനിൽക്കും, അതായത് ഈ ടേൺ അറൗണ്ട് എത്രത്തോളം നിലനിൽക്കും എന്നുള്ള കാര്യമാണ്.
ആദ്യം നമുക്ക് ബിസിനസ് മോഡൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വോക്കാർഡ് ഒരു ഗ്ലോബൽ റിസർച്ച് ഡ്രിവൺ ഫാർമ കമ്പനിയാണ്. അപ്പൊ ഇവരുടെ ഫോക്കസ് ചെയ്യുന്നത് നോവൽ ആന്റിബയോട്ടിക്സ്, ബയോടെക്നോളജി, അതിൽ ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. അപ്പൊ ഇവരുടെ മെയിൻ സ്ട്രെങ്ത് നോവൽ ആന്റിബയോട്ടിക്സ് ആണ്. അതായത് പഴയ ആന്റിബയോട്ടിക്സ് ഫീൽഡ് എടുത്ത് റെസിസ്റ്റൻസ് ബാക്ടീരിയക്കെതിരെ വർക്ക് ചെയ്യുന്ന പുതിയ മെഡിസിൻസ്. അപ്പൊ കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ ഒരു ഏരിയയിൽ കമ്പനി R&Dയിൽ ഫോക്കസ് ചെയ്യുകയാണ്. അപ്പൊ കമ്പനിക്ക് യൂറോപ്പിൽ സ്ട്രോങ് പ്രസൻസ് ഉണ്ട്. പിന്നെ UK ടോപ്പ് 3 ഇന്ത്യൻ ജനറിക് ഫാർമ പ്ലേയേഴ്സിൽ ഒരാളാണ്. ഇപ്പൊ Q2 FY26 കമ്പനിയുടെ സെയിൽസ് 782 കോടി എത്തി. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇയർ ഓവർ ഇയർ 3% ഡിക്ലൈൻ ആണ്. അപ്പൊ ഇതിന് മെയിൻ കാരണം UK ബിസിനസ് വീക്ക് ആയതാണ്. അതിൽ കമ്പനി അവരുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് ലോ പെർഫോമിംഗ് പ്രൊഡക്ട്സ് റിമൂവ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടന്റ് പ്രൊഡക്ട്സിലേക്ക് ഫോക്കസ് കൊടുത്തുകൊണ്ടുമാണ്. എന്നാലും ഇവിടെ ഫ്ലാറ്റ് റവന്യൂ വെച്ച് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 62% വളർന്നു. അതുപോലെ മാർജിൻ 14% 23%ലേക്ക് എക്സ്പാൻഡ് ആയി. അപ്പൊ ഈ ഒരു ഇംപ്രൂവ്മെന്റ് ഇവിടെ വന്ന് റോ മെറ്റീരിയൽ കോസ്റ്റ് കുറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ബോട്ടം ലൈനിലും ഒരു ക്ലിയർ ടേൺ അറൗണ്ട് വിസിബിൾ ആയിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷം നഷ്ടം 16 കോടിയായിരുന്നു. അത് ഈ ഒരു വർഷം 82 കോടി പ്രോഫിറ്റ് ആയിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി കൂടിയതും അതുപോലെ തന്നെ ഇയർ ഓവർ ഇയർ ഇൻട്രസ്റ്റ് കോസ്റ്റ് 25% കുറഞ്ഞതാണ് മെയിൻ റോൾ ഇവിടെ കളിച്ചത്. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. വോക്കാർഡിന്റെ ഗ്രോത്ത് ഫാക്ടേഴ്സ് ക്ലിയർലി ഇന്നോവേഷൻ ലെഡ് ആണ്. നോവൽ ആന്റിബയോട്ടിക്സ് ആണ് ഏറ്റവും വലിയ വാല്യൂ ഡ്രൈവർ. അപ്പൊ ഇവിടെ സാനിഷ് ഡ്രഗ് ഇന്ത്യയിൽ ഹാഫ് ഇയർ ഇനി ഫൈനാൻഷ്യൽ 2026 ലോഞ്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഗ്ലോബലി ഫൈനാൻഷ്യൽ 2027. അപ്പൊ ഈ ഒരു ഡ്രഗിന്റെ അഡ്രസബിൾ മാർക്കറ്റ് ഇന്ത്യയിൽ 17,000 കോടിയാണ് എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ US യൂറോപ്പും കമ്പൈൻ ചെയ്താൽ $7 ബില്യൺ ആണ്. ബയോടെക് അത് ഡയബറ്റിക് ബയോസിമിലർ സെഗ്മെന്റിൽ കമ്പനി അടുത്ത 3 വർഷത്തിൽ അവരുടെ കപ്പാസിറ്റി ഡബിൾ ചെയ്തുകൊണ്ട് 20 മുതൽ 25% ഗ്രോത്ത് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് ടേമിൽ ഹ്യൂമൻ ഇൻസുലിനും ഒരു അഡീഷണൽ സപ്പോർട്ട് ഫാക്ടർ ആണ്. നോവോ നോർഡിസ്കിന്റെ ഫേസ് ഔട്ടിന് ശേഷം ഇന്ത്യയിൽ 450 കോടിയുടെ ഓപ്പർച്യൂണിറ്റി, അതുപോലെ $157 മില്യൺ എമർജിംഗ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 3 പ്ലേയേഴ്സ് ഇൻക്ലൂഡിംഗ് വോക്കൗട്ടിന് മാത്രമേ ബെനിഫിറ്റ് ലഭിക്കുള്ളൂ. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, പോസിറ്റീവ് ഗ്രോത്ത് ഔട്ട്ലുക്ക് ഉണ്ടെങ്കിലും ലോങ് ടേം സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി പ്രോഫിറ്റ്സ് റെഗുലർ ആയിട്ട് ക്യാഷ് ഫ്ലോയ്ക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള അറിയേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2024 ഫൈനാൻഷ്യലിൽ ലോസ് ഉണ്ടെങ്കിലും കമ്പനിയുടെ പോസിറ്റീവ് CFO അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെയിൻലി റിസീവബിൾസ് റിക്കവറി കാരണമാണ്. 2025 ഫൈനാൻഷ്യലിൽ ലോസിന്റെ ഒപ്പം വർക്കിംഗ് ക്യാപിറ്റൽ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് CFO നെഗറ്റീവ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ഹാഫ് ഇയർ ഇനി ഫൈനാൻഷ്യൽ 2024 CFO 189 കോടിയാണ്. സസ്റ്റൈനബിൾ ഗ്രോത്തിനായിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ. അതിൽ വർക്കിംഗ് ക്യാപിറ്റൽ മൂവ്മെന്റ്സിനെ ആശ്രയിച്ച് മാത്രമേ ഇതാവരുത് ഇത്. ഇനി നമുക്ക് റിസ്ക് നോക്കാം. കഴിഞ്ഞ 6-7 വർഷമായിട്ട് പുതിയ ഡ്രഗ് ഡിസ്കവറി അതുപോലെ ബയോസിമിലർ ബിസിനസ്സിനായിട്ട് കമ്പനി 2,000 കോടിയുടെ ഹെവി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മെയിൻ ഡ്രഗ്സിനൊന്നും കറക്റ്റ് ടൈമിന് റെഗുലേറ്ററി അപ്രൂവൽസ് ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം കൊമേഴ്ഷ്യലൈസേഷൻ ഡിലേ ആയ ഇത് റിട്ടേൺസ് പ്രോഫിറ്റബിലിറ്റി അതിൽ ക്യാഷ് ഫ്ലോയിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഇനി നമുക്ക് ടെക്നിക്കൽ ചാർട്ട് നമുക്ക് നോക്കാം. മാർച്ച് 2013 സ്റ്റോക്ക് 1999 ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം മാർച്ച് 2015 സെയിം സോൺ റീവിസ്റ്റ് ചെയ്തതിനു ശേഷം ഒരു സ്ട്രോങ് കറക്ഷൻ കണ്ടു. അപ്പൊ ഈ ഒരു കറക്ഷന് ശേഷം 150 രൂപയുടെ അടുത്തൊരു സ്റ്റോക്ക് എന്താണ് ലോങ് ടേം ബേസ് ഇവിടെ ഫോം ചെയ്തു. അപ്പൊ ഇവിടുന്ന് റാലി റീസ്റ്റാർട്ട് ചെയ്തു. റീസെന്റ് ഫേസിൽ സ്റ്റോക്ക് അവരുടെ പ്രീവിയസ് ഓൾ ടൈം ഹൈ ചലഞ്ച് ചെയ്തു. എന്നാൽ ഈ ഒരു ലെവലിൽ നിന്ന് ചില പ്രൈസ് കറക്ഷൻ വന്നു. അപ്പൊ ഷോർട്ട് ടേമിൽ 1110 മുതൽ 1220 സോൺ ഒരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ലെവലിൽ ക്ലോസ് ആയിട്ട് ഇവിടെ മോണിറ്റർ ചെയ്യണം. സോ ഇതാണ് ഏർണിംഗ്സ് ടേൺ അറൗണ്ട് വിസിബിൾ ആയിട്ടുള്ള 3 സ്റ്റോക്സ്. പക്ഷേ പ്രോഫിറ്റബിൾ ആയിട്ട് മാറിയതുകൊണ്ട് മാത്രം ഇവിടെ കാര്യമില്ല. ഒരു ടേൺ അറൗണ്ട് നിലനിൽക്കണമെങ്കിൽ മെയിൻ ബിസിനസ് സ്ട്രോങ് ആയിരിക്കണം, മാർജിൻ നിലനിൽക്കണം, അതിൽ പ്രോഫിറ്റ് ക്യാഷിലേക്ക് ഇവിടെ കൺവേർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് പറയുന്നത് നമ്പേഴ്സിന്റെ ഒപ്പം നമുക്ക് ബിസിനസിന്റെ ക്വാളിറ്റി, ബാലൻസ് ഷീറ്റ് സ്ട്രെങ്ത്, അതുപോലെ എക്സിക്യൂഷൻ കൺസിസ്റ്റൻസി ഇവിടെ നമുക്ക് ഒരു കണ്ണ് വേണം. അപ്പൊ മാർക്കറ്റ് നമുക്ക് അവസരം തരും, പക്ഷേ ഡിസിപ്ലിനും പേഷ്യൻസും ആണ് അൾട്ടിമേറ്റ്ലി ലോങ് ടേം റിട്ടേൺസിന് ഇവിടെ തീരുമാനിക്കുന്നത്. അപ്പം ഇതിലേതാണ് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോക്ക്? അത് നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.